ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ കൂട്ടുകാർക്ക്. എന്തായിരുന്നു സ്റ്റോറി? നമുക്കത് കേട്ട് നോക്കാം. എന്തായിരുന്നു? മിസ്റ്റർ സ്റ്റെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. മിസ്റ്റർ സ്നെയിൽ എന്താണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ. ദ ട്രാക്ടർ മൂവ്ഡ് ഓൺ ക്രോക്ക് ക്രോക്ക്. അപ്പൊ ആരാ കൂട്ടുകാരി സ്നെയിൽ എന്ന് പറയുന്നത്? മിസ്റ്റർ സ്നെയിൽ ഈസ് എ പോസ്റ്റ്മാൻ അല്ലേ. സ്നെയിൽ ആരായിരുന്നു? ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു അല്ലേ. മിസ്റ്റർ സ്റ്റെയിൻസ് ബ്രിങ്സ് ദ ഇമെയിൽ. മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? ഇമെയിൽസ് കൊണ്ടുവരികയാണ്. then എന്ത് ചെയ്യണം അത്? മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. അവന്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ. അവൻ എന്ത് വണ്ടിയിലായിരുന്നു? ട്രാക്ടറിലായിരുന്നു അല്ലേ. ദ ട്രാക്ടർ മൂവ്ഡ് ഓൺ ക്രോക്ക് ക്രോക്ക്. മിസ്റ്റർ സ്നെയിൽ ഹെഡ് എ സൗണ്ട് ഫ്രം ബിഹൈൻഡ്. അപ്പൊ മിസ്റ്റർ സ്നെയിൽ എന്താണ്? അവന്റെ പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടല്ലേ. ചോദിക്കാണ്, ഹു ഇസ് ദാറ്റ്? ഹി ലുക്ക്ഡ് ബാക്ക്. ഹു ഇസ് ദാറ്റ്? ആരാണ് എന്റെ പുറകിലെ? ഹി ലുക്ക്ഡ് ബാക്ക്. അവൻ പുറകിലേക്ക് നോക്കി. ദാറ്റ് വാസ് എ ഫ്രോഗ്. അത് ആരായിരുന്നു കൂട്ടുകാരെ? യെസ്, ഒരു ഫ്രോഗ് ആയിരുന്നല്ലേ. ദ ഫ്രോഗ് വാസ് സിറ്റിംഗ് ബിഹൈൻഡ് മിസ്റ്റർ സ്നെയിൽ. ഫ്രോഗ് എന്ത് ചെയ്യാണ്? മിസ്റ്റർ സ്നെയിലിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ദ ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ് ആൻഡ് റെഡ് സൺഗ്ലാസസ്. ഫ്രോഗിന് എന്തുണ്ടായിരുന്നു? ലോങ് ആയിട്ടുള്ള ഒരു ഹാറ്റും അതുപോലെ തന്നെ റെഡ് സൺഗ്ലാസസും ഉണ്ടായിരുന്നു അല്ലേ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ മിസ്റ്റർ സ്നെയിൽ ആൻഡ് സ്റ്റോപ്പ് ദ ട്രാക്ടർ ആൻഡ് സ്റ്റൈൽ. മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ എന്ന് പറയാണ് അല്ലേ. then മിസ്റ്റർ സ്നെയിൽ സ്റ്റോപ്പ് ദ ട്രാക്ടർ ആൻഡ് സ്റ്റണ്ട്. മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? ട്രാക്ടർ നിർത്തി പറഞ്ഞു. ദ ഫ്രോഗ് ജംപ്ഡ് ഔട്ട്. അപ്പൊ ഫ്രോഗ് എന്ത് ചെയ്യണം? അതിൽ നിന്ന് പുറത്തേക്ക് ചാടി. ധും. ഇറ്റ് ഫെൽ ഡൗൺ ഓൺ ദ ബാക്ക് ഓഫ് എ മൗസ്. അത് ആരുടെ മേലേക്ക് ചെന്ന് വീണത്? മൗസിന്റെ ബാക്കിലേക്ക് അല്ലേ. ദ ഫ്രോഗ്സ് ഹാറ്റ് ഫെൽ ഇൻ വാട്ടർ. അപ്പൊ എന്താണ്? ഫ്രോഗിന്റെ ഹാറ്റ് എന്ത് ചെയ്തു? വാട്ടറിലേക്ക് വീണു അല്ലേ. ഓ മൈ ബാക്ക് ക്രൈഡ് ദ മൗസ്. ഓ എന്റെ പുറം ക്രൈഡ് ദ മൗസ് അല്ലേ. അപ്പൊ മൗസ് കരഞ്ഞു പറയാണ്, ഏയ് മിസ്റ്റർ മൗസ്, യു ഹാവ് എ ലെറ്റർ. മിസ്റ്റർ മൗസ്, നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ട്. സാഡ് മിസ്റ്റർ സ്നെയിൽ. അപ്പൊ സ്നെയിൽ പറയാണല്ലേ, ടു മീ, എനിക്കോ? ഓ താങ്ക് യു സാഡ് ദ മൗസ്. ഓ താങ്ക് യു എന്ന് പറയാണല്ലേ. സാഡ് ദ മൗസ്, മൗസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഡിഡ് യു ലിസൺ ടു ദ സ്റ്റോറി? നിങ്ങൾ ആ സ്റ്റോറി ശ്രദ്ധിച്ചില്ലേ? നൗ റീഡ് ദ സെന്റൻസ് ബിലോ. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എ ക്രോസ് എഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായതിന് നേരെ ടിക്കും ചെയ്യണം, തെറ്റായതിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു മാർക്കും ചെയ്യണം അല്ലേ. ഓക്കെ, മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ടല്ലേ, മിസ്റ്റർ സ്നെയിൽ എന്താണ്? അവിടെ നോക്കൂ, മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. ഒരു ഫ്രോഗിനെ കണ്ടു അല്ലേ. ഓക്കെ, അപ്പൊ അതെന്താണ്? കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ അതെന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. അപ്പൊ ടിക്ക് മാർക്ക് ചെയ്യാം അല്ലെ. നമുക്ക് അവിടെ ടിക്ക് മാർക്ക് ചെയ്യാം. ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, then സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഓൺ എ സ്കൂട്ടർ. മിസ്റ്റർ സ്നെയിൽ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കൂട്ടറിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂട്ടറിലാണോ? അല്ല, ട്രാക്ടറിലായിരുന്നില്ല. അപ്പം ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, തെറ്റാണ്. then ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്. ലോങ് ഹാറ്റ് ഉണ്ടായിരുന്നല്ലോ ഫ്രോഗിന്. അത് ശരിയാണല്ലേ. then ദ ഫ്രോഗ് ഫെൽ ഓൺ എ കാറ്റ്. ഒരു കാറ്റിന്റെ മുകളിലേക്കാണ് മറിഞ്ഞു വീണതാണോ? അല്ലല്ലേ, മൗസിന്റെ മേലേക്കല്ലേ വീണത്. അപ്പൊ അത് തെറ്റാണ്. ദ സ്നെയിൽ ഗേവ് എ പാർസൽ ടു ദ മൗസ്. സ്നെയില് മൗസിന് ഒരു പാഴ്സൽ കൊടുത്തു. പാഴ്സൽ ആണോ കൊടുത്തത്? അല്ല, ലെറ്റർ ആണല്ലേ കൊടുത്തത്. അപ്പൊ അതും എന്താണ്? തെറ്റാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണല്ലേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫോക്സ് ദ ഡോഗ്. ഡോഗും ഫോക്സും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഡിഡ് യു സീ എ റാബിറ്റ് അറൌണ്ട്? അപ്പോൾ ഡോഗ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് എന്തോ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കൂട്ടുകാരെ അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? റാബിറ്റിന്റെ കളർ എന്താണെന്നാവും അല്ലേ. അപ്പോൾ എന്തായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? റാബിറ്റിന്റെ കളർ എന്താണ്? വാട്ട് കളർ ഈസ് ഇറ്റ്? അതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് പറയാണ്, ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. ഓക്കെ, അപ്പോൾ ഈ കോൺവെർസേഷൻ നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഫൈൻഡ് ദ ഡിഫറൻസസ് അല്ലെ ആക്ടിവിറ്റി ഫൈൻഡ് ദ ഡിഫറൻസസ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ് വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് പിക്ചർ എ പിക്ചർ ബി ദർ ആർ 3 കോക്കനട്ട്സ് ഓൺ ദ ടേബിളിൽ എന്താണ് 3 കോക്കനട്ട്സ് ഉണ്ട് അല്ലേ ദെൻ പിക്ചർ ബിയിൽ നോക്കൂ ദർ ആർ ഓൺലി 2 കോക്കനട്ട്സ് ഓൺ ദ ടേബിൾ എന്നാൽ സെക്കൻഡ് ടേബിളിൽ എന്താണ് 2 കോക്കനറ്റേ ഉള്ളൂ അല്ലേ ദ ആപ്പിൾസ് ആർ സ്മോൾ ഇവിടെ ഫസ്റ്റ് ടേബിളിൽ എന്താണ് ആപ്പിൾസ് സ്മോൾ ആണ് അപ്പോൾ സെക്കൻഡ് ടേബിളിലോ yes the apples are big then the juice is near the കോക്കനട്ട്സിന്റെ അടുത്തായിട്ട് ഇവിടെ നോക്കൂ ജ്യൂസ് ഉണ്ടല്ലേ അപ്പോൾ കോക്കനട്ടിന്റെ അടുത്തായിട്ട് ഇവിടെ എന്താ ഉള്ളത് ഈ ചിത്രത്തിൽ കാണാനുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ദ ജ്യൂസ് ഈസ് എന്നുള്ളിടത്ത് അവിടെ എന്താണോ നിങ്ങൾക്ക് കാണാനുള്ളത് അത് അവിടെ എഴുതുക ഓക്കെ ദെൻ ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദ ടേബിൾ എന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് എന്ത് എഴുതാം അവിടെ ദർ ആർ ബനാനാസ് ഓൺ ദ ടേബിൾ ദെൻ ദർ ആർ ലോങ് അല്ലേ ഷുഗർ കെയിൻ എന്താണ് കരിമ്പുണ്ട് ഷോർട്ട് ആയിട്ടുള്ള ഷുഗർ കെയിനും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കാം ഓക്കെ ദെൻ ആക്ടിവിറ്റി ഫോർ കോംപ്രിഹെൻഷൻ ആണ് ലുക്ക് അറ്റ് ദ പിക്ചർ ടിക്ക് ദ കറക്റ്റ് ആൻസർ വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ് മങ്കി എന്താ കൂട്ടുകാരെ ചെയ്യുന്നത് യെസ് എന്താ കൂട്ടുകാരെ മങ്കി അവിടെ ചെയ്യുന്നത് ഈറ്റിംഗ് ആൻ ആപ്പിൾ പ്ലക്കിംഗ് എ ബനാന ഈറ്റിംഗ് എ ബനാന എന്ത് ചെയ്യാണ് ഈറ്റിംഗ് എ ബനാന എന്നുള്ളതാണ് അല്ലേ അതെന്താണ് ബനാന കഴിക്കുകയാണ് ദെൻ ഹൂ ഹാസ് ദ ബിഗ്ഗർ അംബർല ആരുടെ കയ്യിലാണ് ബിഗ്ഗർ അംബർല ഉള്ളത് എലിഫന്റിന്റെ കയ്യിലല്ലേ അപ്പോൾ ആൻസർ എലിഫന്റ് ഓക്കെ ആൻസർ എന്താണ് എലിഫന്റ് ദെൻ ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ എത്ര ഫ്ലവേഴ്സ് ആണ് ഈ ചിത്രത്തിലുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് 3 4 2 എത്ര എണ്ണമാണ് ഉള്ളത് നോക്കൂ യെസ് 1 2 3 ആണല്ലേ അപ്പോൾ 3 എന്ന് ടിക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് then which is the correct statement the elephant is sitting under the tree the butterfly is near the monkey the rat has an umbrella അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ the elephant is sitting under the tree അത് ശരിയല്ല then എന്താണ് the butterfly is near the monkey അതും ശരിയല്ല അല്ലേ then the rat has an umbrella റാറ്റിന് ഒരു കുടയുണ്ട് അത് ശരിയാണ് അപ്പോൾ ലാസ്റ്റ് ആൻസർ ആണ് അല്ലേ the rat has an umbrella okay the next question നോക്കാം വാട്ട് ഈസ് ദ മങ്കി വൈ ഈസ് ദ മങ്കി ഹാപ്പി എന്തുകൊണ്ടാണ് മങ്കി ഹാപ്പി ആയത് ഹി പ്ലക്ഡ് ദ ഫ്ലവർ ഹി ഗോട്ട് എ ബനാന ഹി ഹാസ് എൻ അംബർല എന്തുകൊണ്ടാണ് അവനൊരു ബനാന കിട്ടിയത് കൊണ്ടാണല്ലേ അപ്പോൾ ആൻസർ എന്താണ് ഹി ഗോട്ട് എ ബനാന ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 5 ഡിസ്ക്രിപ്ഷൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി ഐ ആം എൻ എലിഫന്റ് ഐ ആം ബിഗ് എന്ന് പറയുന്നുണ്ടല്ലേ ദെൻ നോക്കൂ ഐ ആം എ അവിടെ എന്തായിരിക്കും വരിക ഐ ഫ്ലൈ ഹൈ എന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ താഴെ നമുക്ക് ഇവിടെ വേർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ വരേണ്ടത് ഐ ആം എ ബേർഡ് എന്നല്ലേ ദെൻ ഇവിടെ എന്തായിരിക്കും ഐ ആം എ കാറ്റ് ഐ ലൈക്ക് ഫിഷ് ദെൻ ഐ ആം എ മൗസ് എന്താണ് മൗസ് കഴിക്കുക ഐ ഈറ്റ് ക്യാരറ്റ് ദെൻ ഐ ഹാവ് എ ലോങ് ടെയിൽ എന്ന് ഇവിടെ എഴുതാം അല്ലേ മങ്കി എന്താണ് എഴുതേണ്ടത് ഐ ഹാവ് എ ലോങ് ടെയിൽ ദെൻ ഐ ആം ആൻ ആൻഡ് അല്ലേ ഐ ആം വെരി സ്മോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എഴുതാവുന്നതാണ് ഓക്കെ ദെൻ ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക ഓക്കെ ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞു ഐ ആം ആൻ എലിഫന്റ് ഐ ആം ബിഗ് ദെൻ ഐ ആം എ ബേർഡ് ഐ ഫ്ലൈ ഹൈ ദെൻ നെക്സ്റ്റ് നോക്കൂ ഐ ആം എ കാറ്റ് ഐ ലൈക്ക് ഫിഷ് ദെൻ ഐ ആം എ മൗസ് ഐ ഈറ്റ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് കോക്കനറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് എഴുതാവുന്നതാണ് ഓക്കെ ദെൻ ഐ ഹാവ് ലോങ് ടെയിൽ ദെൻ ഐ ആം ആൻ ആൻഡ് ഐ ആം വെരി സ്മോൾ ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലേ നമുക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ